നിങ്ങൾ എനിക്കെതിരെ DGPന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തെന്ന് കേട്ടു. എടാ ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേർന്ന് സംസാരിക്കേ. നീ എന്നെ അറസ്റ്റ് ചെയ്യാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ജന്മം നടക്കൂല കേട്ടോ. ഞാനേ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് മോനെ MLA ആയത്. മിസ്റ്റർ MLA, നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ടല്ല MLA ആയത്. നിങ്ങൾ PSC ടെസ്റ്റ് എഴുതിയിട്ടല്ല MLA ആയത്. നിങ്ങളൊക്കെ കഴുതകളെന്ന് വിളിക്കുന്ന പൊതുജനം ഉണ്ടല്ലോ, അവരുടെയൊക്കെ വോട്ട് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ MLA ആയത്. ചെറ്റക്കുടിയിൽ നിന്ന് ഈ സിംഹാസനം ഉണ്ടാക്കിയത്. അധികം വൈകാതെ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി അതിനു മുകളിൽ അടയിരിക്കുന്ന എല്ലാ മലരുകൾക്കും ഞാനത് സമർപ്പിക്കും. നിന്നെയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന പദമുണ്ട്, ദുരന്തം. അങ്ങനെ നീ എന്നെ അറസ്റ്റ് ചെയ്താൽ ഈ കേരളം മുഴുവൻ കത്തും. എന്റെ പാർട്ടിക്കാർ ഹർത്താൽ നടത്തും. നാട് മുഴുവൻ നിനക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. പിന്നെ മുദ്രാവാക്യം വിളിയല്ല, അവരെ രക്ഷിക്കാനുള്ള വിളി. എടാ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്താൽ ആർക്ക് എന്ത് ചെയ്തം? ഒരു പന്നി ചത്ത് നാറിയാ അത്ര മണക്കൂല. ഇനി പറയലൊന്നുമില്ല, ചെയ്യലേ ഉള്ളൂ. അവന്റെ ഒരു പരാതി കൊടുക്കും. കണ്ടോ അവന്റെ അഹങ്കാരം? അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും നീ പ്രതീക്ഷയും ആത്മവിശ്വാസം ഒന്നും കൈവിടണ്ട. പക്ഷേ നിന്റെ അച്ഛന്റെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നേ? ഇത്രയും കാലം വളർത്തി വലുതാക്കി അച്ഛനെ ഉപേക്ഷിക്കണം എന്നാണോ? അതല്ല, പക്ഷേ നമ്മുടെ വിവാഹം അച്ഛന്റെ സമ്മതത്തോടെ തന്നെ നടക്കും. അതിന് ഞാൻ ചില ഐഡിയാസ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, അച്ഛനെന്താ പറയണ്ടെന്ന് പറഞ്ഞേ? നോക്കുമോളെ, കാര്യങ്ങളെല്ലാം എന്റെ കൈവിട്ടു പോവുക. ആ ബാലേന്ദ്രൻ എനിക്കെതിരെ പല തെളിവുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്യാനാണ് അവൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യോച്ചാ? അപ്പൊ ഇറങ്ങിയാലുടനെ എന്നെ അറിയിക്കണേ. അതെ, നിങ്ങൾ എന്റെ അച്ഛനെ തകർക്കാൻ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ ഏത് അവസ്ഥയിലാ ചെയ്തത് നീ മനസ്സിലാക്കണം. ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ച FIR തിരുത്തി എന്റെ അച്ഛനെ ഇപ്പൊ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും? നോ, ഞാനത് ഒരിക്കലും ചെയ്യില്ല. പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട പണമാണ് നിന്റെ അച്ഛൻ അടിച്ചു മാറ്റുന്നത്. അതുപോലുള്ള ആളുകൾക്ക് തീർച്ചയായും ശിക്ഷ കിട്ടിയിരിക്കണം. എന്നാലേ എല്ലാവർക്കും അതൊരു മാതൃകയാവുള്ളൂ. ശരി, എന്റെ അച്ഛൻ കായലോ ഭൂമിയോ കൈയേറി എന്ന് തന്നെ വെക്കാം. പക്ഷെ മറ്റുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പെർഫെക്റ്റ് ആണോ? എത്രയോ മന്ത്രിമാരെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നു. അതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടില്ലേ? അതെടി, കക്കുക, മുക്കുക, നക്കുക, ഇതാണ് അവരുടെ തിയറി. കൃത്യമായി തെളിവുണ്ടെങ്കിൽ എത്ര വലിയവനാണ് ഞാൻ പൂട്ടിയിരിക്കും. അവസാനമായി എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്ക് വേണ്ടി അല്ല, നമുക്ക് വേണ്ടി എന്റെ അച്ഛനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ? പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ, ഇൻ എനി സർക്കംസ്റ്റൻസസ് ഞാനത് ചെയ്യില്ല. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതോടെ എല്ലാം അവസാനിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയല്ലേ പ്രധാനം? നടക്കട്ടെ. വിജയ്, ആദർശ തീരുമാനം. മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ ഇവളൊന്നും സമ്മതിക്കില്ല.